ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ടതുപോലെ കേട്ടറ്റ് വേണോ സീറ്ററ്റ് വേണോ, ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളതാണ്. പലർക്കും പല സംശയങ്ങളാണ്. കേട്ടറ്റുള്ളവർക്ക് സീറ്ററ്റ് വേണോ, സീറ്ററ്റുള്ളവർക്ക് കേട്ടറ്റ് വേണോ, കേട്ടറ്റിൻ്റെ ഏത് കാറ്റഗറിയെങ്കിലും മതിയോ, എല്ലാ കാറ്റഗറിയും എഴുതിയെടുക്കണോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. സ്വാഭാവികമാണ് അല്ലേ? നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഓരോ ക്വാളിഫിക്കേഷൻസ് ഇപ്പം മാറി മാറി വരികയാണ്. പല പല ക്വാളിഫിക്കേഷനാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതൊക്കെ മുൻകൂട്ടി കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലേക്കൂടെ വ്യക്തമാക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സപ്പോസ് നിങ്ങൾ കേട്ടറ്റ് 1, 2, 3 ഈ കാറ്റഗറി എല്ലാം ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കാറ്റഗറി 1 and 2 ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇനിയിപ്പോൾ എനിക്ക് സീറ്ററ്റിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്ക് ഓൾറെഡി ടെറ്റ് എന്ന ആ ഒരു കടമ്പ ഞാൻ കടന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പം ഇതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ടീച്ചിങ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് മതിയാവില്ല, സീറ്ററ്റ് തന്നെ വേണം. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ തന്നെ സീറ്ററ്റ് എഴുതിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാറ്റഗറി 1 ആവശ്യമുള്ളവർക്ക് അങ്ങനെ, ഇനി 2 ആവശ്യമുള്ളവർക്ക് അങ്ങനെ. ആ രീതിയിൽ കേട്ടറ്റ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി, ഇനി 2 എഴുതാൻ പറ്റുന്നവർ 2 എഴുതി വെക്കുക. അതാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കാലം കടന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. കാരണം ഓരോരോ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വരുന്നതിനനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മൾ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വാളിഫിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പൊസസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് മാത്രമല്ല, നമ്മൾ CBSE സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലണമെങ്കിൽ നമുക്ക് സീറ്ററ്റ് അത്യാവശ്യമാണ്. പ്രൈമറി ക്ലാസ്സസിൽ പഠിപ്പിക്കണമെങ്കിൽ സീറ്ററ്റ് കാറ്റഗറി 1 എന്തായാലും ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇനി മിഡിൽ സ്കൂൾ ആണെങ്കിൽ കാറ്റഗറി 2 ക്വാളിഫൈ ചെയ്തിരിക്കണം സീറ്ററ്റിൽ. ഓക്കെ, ഇന്നത്തെ ലോകം കോമ്പറ്റീഷൻസിൻ്റെ ഇത് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ട്. ഹൈലി ക്വാളിഫൈഡ് ആണ് ഓരോ കാൻഡിഡേറ്റ്സും. ഇനി അടുത്തൊരു കേസ്, നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ, അതായത് സെറ്റ്, നെറ്റ്, PhD, MPhil ഇതൊക്കെ ഉള്ളവരാണെങ്കിലും കേട്ടറ്റ് അടിസ്ഥാന യോഗ്യതയായി പറയുന്ന ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന്, അതായത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടറ്റിനും സീറ്ററ്റിനും അപ്ലൈ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. സെറ്റും നെറ്റും മറ്റ് ഉന്നത യോഗ്യതകളെല്ലാം ക്ലിയർ ചെയ്ത നിങ്ങൾക്ക് സീറ്ററ്റ് അഥവാ കേട്ടറ്റ് ഒരു വിഷയമേ അല്ല. നിങ്ങൾ ഈ പേടിക്കുന്നത് പോലെ ഒരു കാര്യവും അതിനില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായി ക്വാളിഫൈ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ടെറ്റ് എക്സാംസ്. അതിന് കേട്ടറ്റ് ആയാലും സീറ്ററ്റ് ആയാലും. ഓക്കെ, രണ്ടിൻ്റെയും സിലബസ് നന്നായി മനസ്സിലാക്കി വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ഇത് രണ്ടും ചെയ്താൽ തന്നെ ഈ 2 ടെറ്റ് എക്സാമും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്, സീറ്ററ്റ് ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.